I tried so hard and got so far. ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രത്യേക പെയിൻറ്റിങ് ആർട്ട് ടെക്നിക്കായിട്ടാണ് കേട്ടോ. അതിന് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫൈബർ കാസലിൻ്റെ 14x18 ക്യാൻവാസ് ബോർഡാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ക്യാൻവാസ് ബോർഡാണ് കേട്ടോ. ഇതിലാണ് നമ്മൾ ഇന്നത്തെ വർക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ അത് നമ്മളതിൻ്റെ കവറൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത് കളയുകയാണ്, ഒന്ന് നീറ്റാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ചെയ്യുന്നത്, എനിക്കിത് 2 പോർഷനായിട്ടാണ് പെയിൻറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സെലോ ടേപ്പ് അല്ല മാസ്കിംഗ് ടേപ്പ്, പേപ്പർ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ലെവലായിട്ട് ഒട്ടിക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്കൈ ആണ് ചെയ്തെടുക്കുന്നത്. ഈ സ്കൈക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് വയലറ്റ് പ്ലസ് വൈറ്റ് ആഡ് ചെയ്തിട്ട് ലൈറ്റ് വയലറ്റ് ആക്കിയ ശേഷം ആ കളർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് സെറൂലിയൻ ബ്ലൂ പ്ലസ് വൈറ്റ് ആഡ് ചെയ്തിട്ട് ഒന്ന് ലൈറ്റ് ആക്കിയ ശേഷം ആ കളറും യൂസ് ചെയ്യുന്നുണ്ട്. നോർമൽ സെറൂലിയൻ ബ്ലൂവും ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ 3 കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്കൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്കൈക്കുള്ള കളേഴ്സാണ് ഞാനിവിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കൊടുത്ത ശേഷം നമ്മൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുകയാണ്. ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ക്യാൻവാസിലേക്ക് നല്ല രീതിയിൽ തന്നെ നമ്മളിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു പിക്ചറിന് ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സെറൂലിയൻ ബ്ലൂ കളർ മുകളിലായിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതും നല്ലപോലെ നമ്മൾ ചെയ്ത പെയിൻറ്റിൻ്റോടൊപ്പം ബ്ലെൻഡ് ചെയ്ത് വരണം. അപ്പോൾ ഫ്ലാറ്റ് ബ്രഷാണ് ഇതിനൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഈ ഒരു ഫ്ലാറ്റ് ബ്രഷ് നല്ല ഇഷ്ടമുള്ളൊരു ബ്രഷാണ്. ഇത് നല്ല രസമായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ബ്ലെൻഡിങ്ങിന് നല്ല പറ്റിയൊരു ബ്രഷാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ സ്കൈ നല്ലൊരു കളർ കോമ്പിനേഷനിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ സ്കൈ ആഡ് ചെയ്ത് കൊടുത്ത് ക്ലൗഡ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്പോഞ്ച് വെച്ചിട്ടാണ് കേട്ടോ ക്ലൗഡ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കുറേ പെയിൻറ്റിങ്സിൽ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് ആ ഒരു ക്ലൗഡ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ മുന്നത്തെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി സീ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഇതൊരു ഓഷ്യൻ തീമിലുള്ളൊരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ പേർഷ്യൻ ബ്ലൂവും അതുപോലെ തന്നെ തീൽ ബ്ലൂവും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഓഷ്യൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും ആ ഒരു കളറും നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓഷ്യനും ഈ ഒരു സ്കൈ ഒക്കെ ഞാൻ മുന്നേ കുറേ പെയിൻറ്റിങ്സിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ഈ ഒരു പെയിൻറ്റിങ് ടെക്നിക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് പോവാണ്, കാരണം വല്ലാതെ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പെയിൻറ്റിങ് കാര്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ വേഗം നമ്മൾ ഇതൊന്ന് ചെയ്തു പോവാണ്. ഇനി യെല്ലോ ഓക്കറും വൈറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു സാൻഡിൻ്റെ കളർ കൊടുത്തേക്കുന്നത്. ഇനി ആ ഒരു സീയുടെ ആ ഒരു സാൻഡായിട്ട് തട്ടുന്ന ഭാഗം ചെയ്യാനായിട്ട് കുറച്ച് നനവുണ്ടാവുമല്ലോ, അപ്പോൾ ആ ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യെല്ലോ ഓക്കർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പോഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ സ്മഡ്ജ് ചെയ്ത് പോകണം, എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു സാൻഡ് നനഞ്ഞ് കിടക്കുന്ന ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അതിനുശേഷം നമ്മുടെ സീയിൽ കുറച്ച് തിരമാലകളൊക്കെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. അതിന് തീൽ ബ്ലൂ അതുപോലെ തന്നെ വൈറ്റും കൂടെ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു തിരമാലകളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ഡയറക്ഷനിലോട്ടാണോ തിരമാലകൾ വേണ്ടത് ആ ഡയറക്ഷനിലേക്ക് നമ്മളിങ്ങനെ വൈറ്റും തീൽ ബ്ലൂവും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തിരമാലകളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഈ സൈഡിൽ നമ്മൾ കുറച്ചിങ്ങനെ വെള്ളം വന്ന് അടിച്ച ശേഷം ഇങ്ങനെ പതഞ്ഞ് പൊന്തൂലേ, ആ ഒരു എഫക്റ്റ് കൊടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് വൈറ്റ് കളറ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ നമ്മൾ ഫാൻ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ആ ഒരു പതഞ്ഞ പോലുള്ള എഫക്റ്റും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് സൈഡിൽ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി, വൈറ്റ് കളറ് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ആ ഒരു എഫക്റ്റ് കിട്ടും. അതിനുശേഷം മോൾഡിഡ് ക്ലേ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബുഷസ് ആണ് എടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഈ ക്ലേ ടൂൾ വെച്ച് ജസ്റ്റ് ഒന്ന് നല്ലപോലെ പരത്തി കൊടുത്ത ശേഷം ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഇങ്ങനെ ചെറിയൊരു പ്രൊജക്ഷൻ പോലെയൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മോൾഡിഡ് ക്ലേ നല്ലപോലെ ക്യാൻവാസിലോട്ട് വെച്ച് പരത്തി കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷമാണ് ഈ ക്ലേ ടൂളിൻ്റെ പിൻഭാഗം വെച്ചിട്ട് ഇങ്ങനെ കുത്തി നമ്മളിങ്ങനെ ചെറിയ ഹോൾസ് പോലെ ഇങ്ങനെ നീട്ടിയിട്ടുള്ള ഹോൾസ് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ഡെക്കോപ്പാൽ ടിഷ്യൂ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു തീമിലുള്ള ഒരു ഡെക്കോപ്പാൽ ടിഷ്യൂ ആണിത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇവിടെ ഒരു ബോട്ടും അതുപോലെ ഒരു കുഞ്ഞു വീടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ആർട്ടിൻ്റെ പേരാണ് മിക്സ്ഡ് മീഡിയ. അപ്പോൾ അതായത് മിക്സ്ഡ് മീഡിയ എന്ന് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് മീഡിയം വേണേലും ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ടാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇങ്ങനെ കുറേ ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ.
അപ്പോൾ ആ ഡെക്കോപ്പ ടിഷ്യൂ ഒക്കെ നമുക്ക് നല്ലപോലെ മോഡ് പോഡ്ജൊക്കെ യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്കത് നല്ല ഭംഗിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പോർഷനായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇതിലിതാ സീഗളുണ്ട്. അപ്പോൾ ആ സീഗളിൻ്റെ പോർഷനും ഞാൻ ടിഷ്യൂ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തിട്ട് സ്കൈയിലേക്ക് ഒട്ടിച്ച് കൊടുക്കുവാണ് കേട്ടോ. നമുക്ക് എന്ത് വേണേലും ആഡ് ചെയ്യാം. വേണമെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ലീവ്സോ അല്ലെങ്കിൽ സ്റ്റോൺസ്, അങ്ങനെ എന്ത് നമുക്ക് കിട്ടുന്ന സാധനങ്ങളും നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ അത് മിക്സ്ഡ് മീഡിയ ആയി മാറും. അതെ, ഇനി നമ്മൾ ആ ബുഷസിന് കളർ കൊടുക്കുകയാണ്. ഞാൻ ആദ്യം സാപ്പ് ഗ്രീനും ബേൺ ചെയ്യാൻ ആ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ചു കൊടുത്തു. അതിനുശേഷം അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെമൺ യെല്ലോ കളറും അതുപോലെ തന്നെ ബാംബൂ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഞാൻ ചെയ്തത് ഇതാ സീയിലേക്ക് ലൈൻസ് കൊടുത്തേക്കുന്നത് ഫാബ്രിക് ഗ്ലൂ വെച്ച് ജസ്റ്റ് ലൈൻ കൊടുത്തിരിക്കുക. അത് ഉണങ്ങുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയി മാറും കേട്ടോ. അപ്പോൾ അതിന് ആ ഒരു ലൈൻസിൻ്റെ എഫക്റ്റ് 3D കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ഗ്ലൂ കൊടുത്തത്. പിന്നെ അതേ സ്റ്റോൺസ് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഫെവിക്കോൾ വെച്ചിട്ട് റിയൽ സ്റ്റോൺസ് ആണ് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ശരിക്കും പുറത്തുനിന്ന് പറക്കിയതാണ്. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാരച്യൂട്ട് ചെയ്യാൻ വേണ്ടി സ്പൂണിൻ്റെ ഒരു പ്ലാസ്റ്റിക് സ്പൂണിൻ്റെ ഒരു ഹാഫ് പോർഷൻ കട്ട് ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് സ്കൈയിലേക്ക്. അത് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ബുഷിൻ്റെ മുകളിലായിട്ട് കുറച്ച് കോക്കനട്ട് ട്രീസൊക്കെ വെച്ച് കൊടുക്കാനായിട്ട്, സീ സൈഡല്ല, അപ്പോൾ നമുക്കൊരു കോക്കനട്ട് ട്രീസൊക്കെ ഒന്ന് വരച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ യൂസ് ചെയ്യുന്നത് ബേൺ സിയന്ന പ്ലസ് ബ്ലാക്കും കൂടെ ആഡ് ചെയ്തിട്ടുള്ള കളറാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതായത് ആ ഒരു ട്രങ്ക് പോർഷനാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എന്താ പറയുക ആ ലീഫ്, അതായത് കോക്കനട്ട് ട്രീയുടെ ലീവ്സ് കൊടുക്കാനായിട്ട് ഡാർക്ക് ബ്രൗണും അതുപോലെ തന്നെ സാപ്പ് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇതാ കണ്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് കോക്കനട്ട് ട്രീസ് ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. 2-3 കോക്കനട്ട് ട്രീസ് ഞാനിവിടെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് നല്ല നീറ്റായിട്ട് അത് വരച്ചു കൊടുക്കാം. ഇനി ഞാൻ ചെയ്യുന്നത് സാൻഡിന് എന്തെങ്കിലും ഇതുപോലൊരു എഫക്റ്റ് കൊടുക്കണമെന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് റവയാണ്. നമ്മുടെ സെമോലിന എന്നൊക്കെ പറയില്ലേ, അതാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നമ്മുടെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന റവയാണ്. അപ്പോൾ അത് ഇവിടെ ഫെവിക്കോൾ വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ കുറേ വർക്കുകൾ ഇതുപോലെ റവ വെച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കായിട്ട് ഞാൻ വീണ്ടും വീഡിയോസ് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ റവ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കേടുവന്ന് പോവേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ നല്ല രീതിക്ക് തന്നെ ഫെവിക്കോളൊക്കെ തേച്ച് ഒട്ടിച്ച് കൊടുത്താൽ മതി. സാൻഡ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ റവ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സാൻഡിന് ഞാൻ ഈ ഒരു റവ ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് വേറെ കളർ കൊടുക്കണം എന്ന് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ അവിടെ വേറെ കളറൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഇവിടെ ഞാൻ പാരച്യൂട്ടിൻ്റെ ആ ബാസ്ക്കറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇവിടെ ഒരു കുഞ്ഞ് എൻ്റെ മോൻ്റെ എന്തോ ഒരു ടോയുടെ ഒരു പകുതി പോർഷനാണ്. അത് ഞാൻ സാക്ക് ത്രെഡ് ചുറ്റി എടുത്തേക്കുവാണ്. അത് അവിടെ ഫിക്സ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു മിക്സ്ഡ് മീഡിയ ആർട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് 3D ആയിട്ട് എന്ത് വേണേലും കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന ഐറ്റംസൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഇവിടെ ഒരു മിക്സ്ഡ് മീഡിയ ആർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ എനിക്ക് കമൻറ്റ് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രത്യേകം പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവരോടും സ്റ്റേ സേഫ് ആൻഡ് ബൈ.